വെൽക്കം ബാക്ക് ടു മൈ സ്റ്റേഷൻ. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഡെറിവേറ്റീവ്സ് നോക്കാം. 7 മാർക്സിന് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ നമ്പർ 1. സോൾവ് IVP. IVP ഷോർട്ട് ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം. y dash plus 2/3y is equal to minus 4 cos 2t. Y of 0 is equal to 0. That's the question. L of y dash plus 2/3 into L of y minus 4 into L of cos 2t. That's the first step. L of y dash എന്ന് പറഞ്ഞാൽ ഇവിടെ y dash ആണ്. s⁻⁴ ശ്രദ്ധിച്ചോണം. s ഇൻറ്റു L of y മൈനസ് y of 0 പ്ലസ് 2/3 L of y മൈനസ് 4 ഇൻറ്റു L of cos 80 എന്താ s/s² പ്ലസ് a². s/s² പ്ലസ് 4 2² 4. y of 0 നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ രണ്ട് ഇപ്പോൾ ഇത് 0 ആയിട്ട് മാറും. L of y നമുക്ക് കോമൺ എടുക്കാം. ഇതിൻ്റെ ബ്രാക്കറ്റ് s പ്ലസ് 2/3 മൈനസ് 4s ബൈ s² പ്ലസ് 4. സോ L of y is equal to minus 4s by s plus 2/3 into s² plus 4. നമുക്കിനി ഇത് പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യണം. ലീനിയർ ഇത് ക്വാഡ്രാറ്റിക്. മൈനസ് 4s ബൈ s പ്ലസ് 2/3 ഇൻറ്റു s² പ്ലസ് 4. ലീനിയർ ആയതുകൊണ്ട് സം കോൺസ്റ്റൻറ്റ് ബൈ s പ്ലസ് 2/3 bs പ്ലസ് c ബൈ s² പ്ലസ് 4 മൈനസ് 4s is equal to a into this പ്ലസ് bs പ്ലസ് c ഇൻറ്റു s പ്ലസ് 2/3. നമുക്ക് എസ്സിന് മൈനസ് 2/3 കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് എ കിട്ടും. പുട്ട് s ഈസ് ഈക്വൽ ടു മൈനസ് 2/3 മൈനസ് 4 ഇൻറ്റു മൈനസ് 2/3 8/3 എ ഇൻറ്റു മൈനസ് 2/3 ദ ഹോൾ സ്ക്വയർ 4/9 36 പ്ലസ് 4. 8ഉം 40 ഇവിടെ കട്ട് ചെയ്യാം. 5 3ഉം 9ഉം കട്ട് ചെയ്യാം. 1 ഈസ് ഈക്വൽ ടു a ഇൻറ്റു 5/3. സോ a ഈസ് ഈക്വൽ ടു 3/5. ഇക്വേറ്റിംഗ് s². s²ൻ്റെ കോഎഫിഷ്യൻ്റ് ഇക്വേറ്റ് ചെയ്യാം. ഇവിടെ ഇല്ല. ഇക്വേറ്റിംഗ് s². a ഇൻറ്റു 1 bs ഇൻവേഴ്സ് b ഈസ് ഈക്വൽ ടു മൈനസ് a മൈനസ് 3/5. എയും ബിയും നമുക്ക് അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഇക്വേറ്റിംഗ് കോൺസ്റ്റൻറ്റ്. ഇവിടെ ലെഫ്റ്റ് കോൺസ്റ്റൻ്റ് ഇല്ല. ഇക്വേറ്റിംഗ് കോൺസ്റ്റൻറ്റ് 0 ഈസ് ഈക്വൽ ടു s²ഉം s ഒന്നും ഇല്ലാത്ത ടേം a ഇൻറ്റു 4 c ഇൻറ്റു 2/3 c ഇൻറ്റു ആണ് ഡോട്ടാണ്. ഇവിടെ 4 ഇൻറ്റു 3 12/5 മൈനസ് 12/5 c ഇൻറ്റു 2/3 c ഈസ് ഈക്വൽ ടു മൈനസ് 12/5 ഇൻറ്റു 3/2 മൈനസ് 18/5. ഓക്കെ 3/5 നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. b മൈനസ് 3/5.
എ നമുക്ക് എത്രയായിരുന്നു 3/5 എസ് പ്ലസ് 2/3 ബി മൈനസ് 3/5 എസ് സി മൈനസ് 18/5 എസ് സ്ക്വയർ പ്ലസ് 4 എഫ് ഓഫ് ടി 3/5 ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് 1/s പ്ലസ് 2/3 സെപ്പറേറ്റ് മൈനസ് 3/5 ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് s/s സ്ക്വയർ പ്ലസ് 4 മൈനസ് 18/5 എൽ ഇൻവേഴ്സ് 1/s സ്ക്വയർ പ്ലസ് 4 ഇവിടെ a/s സ്ക്വയർ പ്ലസ് a സ്ക്വയർഡ് ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം sin at എഴുതാം അല്ലേ. ഇവിടെ 2 സ്ക്വയർ വരുമ്പോൾ ഇവിടെ എന്തുണ്ടായിരിക്കണം 2. അപ്പോൾ നമുക്കൊരു 2 അകത്തോട്ട് 9 ആക്കാം. 3/5 ഇൻറ്റു 1/s പ്ലസ് a e റൈസ് ടു മൈനസ് at മൈനസ് 2/3 മൈനസ് 3/5 ഇൻറ്റു s/s സ്ക്വയർ പ്ലസ് a സ്ക്വയർ കോസ് 2t ഇവിടെ 2 അകത്തോട്ട് എടുക്കുകയാണ്. മൈനസ് 9/5 ഇൻറ്റു 2/s സ്ക്വയർ സൈൻ 2t 3/5 e റൈസ് ടു മൈനസ് 2/3t മൈനസ് 3/5 കോസ് 2t മൈനസ് 9/5 സൈൻ 2t. സെക്കൻഡ് ക്വസ്റ്റ്യൻ. നമുക്ക് y ഡബിൾ ഡാഷ് വരുന്നത് നോക്കാം. സോൾവ് ഐ വി പി y ഡബിൾ ഡാഷ് മൈനസ് y ഈസ് ഈക്വൽ ടു t y ഓഫ് 0 1 y ഡാഷ്ഡ് 0 1 L ഓഫ് y ഡബിൾ ഡാഷ് മൈനസ് L ഓഫ് y L ഓഫ് t ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. y ഡബിൾ ഡാഷ് വരുമ്പം എസ് സ്ക്വയർ ഇവിടെ സെക്കൻഡ് ഡെറിവേറ്റീവ് ആകുമ്പോൾ എസ് സ്ക്വയറിൽ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. എസ് സ്ക്വയർ ഇൻറ്റു എൽ ഓഫ് വൈ മൈനസ് ഇവിടെ പവർ ഒന്ന് കുറയും എസ് ഇൻറ്റു വൈ ഓഫ് 0 എഗെയിൻ മൈനസ് വൈ ഡാഷ്ഡ് 0 മൈനസ് എൽ ഓഫ് വൈ അതേപോലെ എഴുതാം എൽ ഓഫ് ടി 1/s സ്ക്വയർ എൽ ഓഫ് വൈ within the bracket s square minus 1 y 0 1 അത് മൈനസ് എസ് ആയിട്ട് മാറും. y ഡാഷ്ഡ് 0 1 മൈനസ് 1 എൽ ഓഫ് വൈ ഇൻറ്റു എസ് സ്ക്വയർ മൈനസ് 1 1/s സ്ക്വയർ പ്ലസ് ഇത് രണ്ട് റൈറ്റ് സൈഡിൽ പോവും എസ് പ്ലസ് 1/s സ്ക്വയർ മുകളിലോട്ട് എൽ ഓഫ് വൈ ഇൻറ്റു എസ് സ്ക്വയർ മൈനസ് 1 1/s സ്ക്വയർ മൈനസ് എസ് മൈനസ് 1 റൈറ്റ് സൈഡിൽ പോകുമ്പോൾ പ്ലസ് എസ് പ്ലസ് 1 ഇങ്ങനെ എഴുതും. ഒരു മൈനസോ പ്ലസ്സോ പോയെങ്കിൽ തീർന്നു. എസ് സ്ക്വയർ ഇൻറ്റു എസ് സ്ക്വയർ മൈനസ് 1 എസ് പ്ലസ് 1/s സ്ക്വയർ മൈനസ് 1 ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതിയാൽ എസ് സ്ക്വയർ
മൈനസ് ഓഫ് എസ് സ്ക്വയർ മൈനസ് 1 ബൈ ദിസ് മൈനസിന് മൈനസ് പ്ലസ് 1 ആവും. ഈ ടൈം കിട്ടും. ഇത് പാർഷ്യലാക്കാതെ തന്നെ പെട്ടെന്ന് കിട്ടും. ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാമല്ലോ. എസ് പ്ലസ് 1 ഇൻറ്റു എസ് മൈനസ് 1 1 ബൈ എസ് മൈനസ് 1 എഫ് ഓഫ് ടി. എൽ ഇൻവേഴ്സ് ഓഫ് 1 ബൈ എസ് സ്ക്വയർ മൈനസ് 1 മൈനസ് എൽ ഇൻവേഴ്സ് ഓഫ് 1 by s square. L inverse of 1 by s square minus a square. ഇവിടെ 1 ആണ്. സൈൻ എച്ച് എ ടി ആണ്. ഇവിടെ 1 ആണ്. 1 by s square t plus 1 by s minus 1 e raised to positive. ഇതാണ് y ഡബിൾ ഡാഷ് വന്നാൽ. ക്വസ്റ്റ്യൻ നമ്പർ 3. y ഡബിൾ ഡാഷ് മൈനസ് 3y ഡാഷ് പ്ലസ് 2y. y of 0 2 y dashed 0 7. L of y double dash 3 into L of y dash plus 2 into L of y 4 into L of t 8 into L of 1. L of y double dash s square L of y minus s into y of 0 minus y dashed 0 minus 3 into L of y dash s into L of y minus y of 0 bracket close plus 2 into L of y 4 into L of 1 L of t 1 by s square minus 8 into 1 by s. വാല്യൂ കൊടുത്തില്ല, സോറി. L of y s square minus 3s plus 2 y of 0 2 minus 2s y dashed 0 7 minus 7 minus into minus plus 3 into 2 plus 6 is equal to 4 by s square minus 8 by s. S square minus 3s plus 2 s into 2 minus 2s y dashed 0 minus 7 minus 3 into minus plus 3 into 2 6. L of y into s square minus 3s plus 2 minus 2s minus 1 right side plus 4 by s square minus 8 by s plus 2s plus 1. L of y into 4 LCM square 4 minus 8s plus 2s plus 1 into s square 2s into s square 2s cube minus 8s plus s square minus 8s plus 4 whole divided by s square into ഇതും കൂടെ ഡിനോമിനേറ്റർ
എസ് സ്ക്വയർ മൈനസ് 3s പ്ലസ് 2. ഇത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, നമ്മളൊരു സ്റ്റെപ്പ് പോയാൽ തീർന്നു. ഇവിടെ എസ് സ്ക്വയർ ഇൻറ്റു എസ് സ്ക്വയർഡ് എന്താ s⁴. ഇതിനേക്കാളും ഡിഗ്രി കുറവാണ് അല്ലേ. അപ്പം നമുക്ക് എസ് സ്ക്വയർ വരുമ്പം അത് a/s പിന്നെ b/s². അതുപോലെ ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. s−1 ഇൻറ്റു s−2. ആ ഒരു സ്റ്റെപ്പ് കൂടെ എഴുതാം അല്ലേ. പിന്നെ നിങ്ങൾക്ക് നോക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരണ്ട. എസ് സ്ക്വയർ ഇൻറ്റു s−1 ഇൻറ്റു s−2 സം -3 പ്രോഡക്റ്റ് 2. (2s³ + s² - 8s + 4) a/s b/s² c/s−1 plus d/s−2. 2s³ + s² - 8s + 4. എയുടെ കൂടെ വരുന്നത് ഒരു എസ് വരും, പിന്നെ ഈ രണ്ട് ടേം വരും. s−1 s−2 b s² പോവും. s−1 മൾട്ടിപ്ലൈ ഈച്ച് ടേം ബൈ ദിസ്. ഇവിടെ ഒരു എസ് ക്യാൻസൽ ആവും, പിന്നെ ഈ രണ്ട് ടേം. ഇവിടെ സ്ക്വയർ പോവും, ബാക്കി രണ്ട് ടേം. അങ്ങനെ നോക്കിയാൽ മതി. സിയുടെ കൂടെ s−1 പോയാൽ s² ഇൻറ്റു s−2 d ഇൻറ്റു s−1 ഇൻറ്റു s². ഓക്കെ, എസിനാദ്യം 0 കൊടുക്കാം. 4 = b ഇൻറ്റു -1 ഇൻറ്റു -2 2. b = 2. ഓക്കെ, ഇതിവിടെ ഇരിക്കട്ടെ, നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാം. ബിക്ക് നമുക്ക് 2 കൊടുക്കാം. b = 2. നെക്സ്റ്റ് put s = 1. 2 + 1 3, 3 + 4 7, 7 - 8 -1. എസിന് 1 കൊടുക്കുമ്പോൾ ഇത് 3 0 ആവും. c ഇൻറ്റു 1 ഇൻറ്റു -1 c = 1. c1 കിട്ടി. ഇനി അടുത്തത് put s = 2. 8 × 2 16 4. 8 × 2 16 + 4 8. 4 + 4 8. 2² 4. 4 × 1 × d. 4d = 8. So d = 2. ഇനി നമുക്ക് 3 നമുക്ക് വാല്യൂ കിട്ടി അല്ലേ. ഇക്വേറ്റിംഗ് s³ 2 = as³ എന്നൊരു ടേം വരും. b/s³ ഇല്ല. c d. a നമുക്ക് എത്രയായിരുന്നു കിട്ടി? സോറി, a കിട്ടിയില്ല. b2 c1 d 2 - 3. സോ a = -. ഇനി നമുക്കതല്ല ഇതിൽ കൊടുക്കാം. ഇത്രയും വലുതൊക്കെ ഒരു ഫുൾ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. L−1 ഞാനിപ്പോൾ വാല്യൂ നോക്കി എഴുതാം, ഇത് ഞാൻ ഓർക്കുന്നില്ല. -1/s L−1 b 2/s² c c1 L−1 1/s−1 d 2. L−1 2/s−2 -1/s. 1 -1/s എന്ന് പറയുമ്പോൾ -1 + 2 × t
plus e raised to t. 2e raised to 2t. ഇതാണ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. y double dash minus 4y dash plus 5y. 4e raised to 3t. y of 0 to y dash to 0 7. L of y double dash minus 4 into L of y dash 5 into L of y 4 into L of e raised to 3t. S square into L of y minus s. y double dash ആകുമ്പോൾ s square തുടങ്ങും. y of 0 minus y dash to 0 minus 4 into ഇത് ബ്രാക്കറ്റ് കൊടുക്കുക s into L of y minus y of 0 plus 5 into L of y 4 into e raised to 3t ആകുമ്പോൾ 1 by s minus 3 പോസിറ്റീവ് 3 അതുകൊണ്ട് ഇവിടെ s minus 3. L of y into s square minus 4s plus 5. ഇവിടെ ഒരു കാര്യം 1 minus 4 plus 5 കണ്ടോ s square minus 4s plus 5. y 0 2 minus 2s y dash to 0 minus 7 minus 4 into minus into minus plus y 0 plus 8. 4 by s minus 3. L of y into s square minus 4s plus 5 minus 2s plus 1. റൈറ്റ് സൈഡിൽ കൊണ്ടുപോയല്ലോ 4 by minus 2s ഇവിടെ പ്ലസ് 1 ആയിരുന്നു അത് റൈറ്റ് സൈഡിൽ ഇപ്പം -1. ഇവിടെ എൽസിഎം എടുത്തേ പറ്റും. അത് നമുക്കിവിടെ എൽസിഎം എടുക്കാം. 4 + 2s - 1 into s minus 3. ഇങ്ങനെ 2s into s 2s square 2s into minus 3 minus 6s minus s minus 7s plus 3. 4s plus 5 2s square ഇനി നമുക്കിതിനെ a/bs plus c by എഴുതാം. ഇത് ലീനിയർ ഇത് ക്വാഡ്രാറ്റിക്. (2s square minus 7s plus 7 s minus 3 into
This is linear, this is quadratic. S minus 3 plus BS plus C. Two S square minus 7S plus 7 is equal to A into S square minus 4S plus 5. BS plus C into okay, S എന്തായാലും ഫസ്റ്റ് 3 കൊടുക്കാം. 3 കൊടുക്കുമ്പോൾ S is equal to 3. 9 into 2 18 minus 21 plus 7. 3 square 9 minus 3 plus 7 4. A is equal to 2. ഇനി നമുക്ക് equating S square. A square എന്നൊരു ടേം ഉണ്ട്, B square. 2 minus 2, B 0. Equating constant. 7 is equal to 5A. ബിയിലുള്ള ടേം വരുന്നില്ല, കാരണം ബി എസ് എന്നാണ് തുടങ്ങുന്നത്. C into minus 3. A2, 5 into 2 10. 3C is equal to 7 minus 10 minus 3. C is equal to minus 1. So, 10 minus 3C left വരും. 7 റൈറ്റ് സൈഡിൽ പോകുമ്പോൾ 10 minus 7 minus 3C left വരും, 7 റൈറ്റ് സൈഡ്. പോസിറ്റീവ് 1. A is equal to 2. F of t. L inverse of 2 by S minus 3. B 0 ആയി, C 1 ആയി അല്ലേ. B 0 ആയി. L inverse of 1 by S square minus 4S plus 5. That is 2 into e raised to positive 30. നമുക്കിതിനെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കാം. 4ൻ്റെ ഹാഫ് 2, 2ൻ്റെ സ്ക്വയർ 4. അപ്പോൾ 5നെ നമുക്കങ്ങ് സ്പ്ലിറ്റ് ചെയ്താൽ മതി. 4 plus 1, 2 e raised to 3t. S square minus 4S plus 4 നമുക്ക് എങ്ങനെ എഴുതാം? S minus 2 the whole square plus 1. 1 by S square plus A square 4. A by S square, ഇവിടെ 1 ആയതുകൊണ്ട് നമുക്കിവിടെ എന്ത് കിട്ടും? സൈൻ 2t. ഇവിടെ S minus 2 നമുക്ക് എന്ത് എഴുതണം ആദ്യം? e raised to 2t into 1 by S square plus 1. e raised to 2t into sin t. ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടുള്ള മെസ്സേജ് ഇട്ടാൽ മതി. അതിനകത്ത് കമൻറ്റിൽ കൂടെ മെസ്സേജ് ഇടുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.